മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി നിൽക്കുന്നുവെന്നാണ്. നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ബുദ്ധിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതീക നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ഇതെല്ലാം തന്നെ പറയുന്ന സമയത്ത് ഒരു കാര്യം അവിടെ മിസ്സിംഗ് ആണ്. അത് ശ്രദ്ധിച്ചോ? ലോകത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ വിനാശം ഉണ്ടാക്കുന്നതാണ്. ആ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളെ കുറിച്ച്, അവർ നടത്തുന്ന പ്രവൃത്തികളെ കുറിച്ച് ഒരു അക്ഷരം ഇതിലില്ല. അതെന്താ? ഭൂമി വാഴുന്നിടത്ത്, വേടൻ വാഴുന്നിടത്ത്, നമ്മൾ വാഴുന്നിടത്ത് ഇതൊന്നും തന്നെ ഇല്ലേ? മതനിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞ് നടപ്പു എന്ന് ചോദിക്കുകയാണ്. മതം എന്ന് പറയുന്നത് ഒന്നാമത്തെ കോൺസെപ്റ്റ്, ഭാരതത്തിന്റെ കോൺസെപ്റ്റ്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കോൺസെപ്റ്റിൽ മതം ഒരു ഇരുളല്ല. സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. മതം ആൾക്കാരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അവരുടെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ രീതിയിൽ ഭാരതവുമായിട്ട് ചേർന്നിട്ട് കറക്റ്റ് അല്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി നിൽക്കുന്നുവെന്നാണ്. നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ബുദ്ധിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതീക നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. റോഹിംഗ്യ വിഷയമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ തീർത്തും ഏകപക്ഷീയമായി കാണുന്ന ഒരു സമീപനം, അത് ഒരു വിഭാഗം ബുദ്ധമതക്കാരും റോഹിംഗ്യൻ മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വിഷയമാണ് എങ്കിൽ ആ വിഭാഗം ബുദ്ധമതക്കാർ അക്രമികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ദൈവമായിട്ട് ആരാധിക്കുന്ന, ലോകം മുഴുവൻ ദൈവമായി കാണുന്ന ശ്രീബുദ്ധനെ തന്നെ അക്രമകാരിയായിട്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ നല്ല ബഹുമാനമല്ലേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ. സാർ, ഞാൻ ചോദിക്കുന്നത്, IS-ഉം അൽഖയ്ദയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദം, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ കാണിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന അക്രമികളാണ് അവരെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം. അയ്യോ അത് വേണ്ട എന്നുള്ളതാണ് എന്റെ പക്ഷം. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ബുദ്ധന്റെ കാര്യത്തിൽ ഇല്ലാത്തത്? ചോദിക്കാനും പറയാനും നമുക്കാരും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അതിനെ സിലബസിൽ ചേർക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കാത്തത്? ഒന്നും വിചാരിക്കരുത്, എന്റെ ഒരു ഗതികേട് കൊണ്ടാ. ഒപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള അട്രോസിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. അതിന് സിറിയയുണ്ട്, കൊറിയയുണ്ട്, ഇന്ത്യ, ശ്രീലങ്ക, ചൈന, കോങ്കോ, മെക്സിക്കോ. പിന്നെ സഖാവിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇറാഖിന്റെ പുനരുദ്ധാരണം, ഒരു ബഹിഷ്കരണം. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൊമാലിയ, നമ്മുടെ അടുത്തുള്ള മ്യാൻമർ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, പാലസ്തീൻ ഉണ്ട്. അത് കളി വേറെ. അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ, ആവേശം കൊള്ളിക്കാൻ അത് മതി. സെന്റിമെന്റ്. ഇതെല്ലാം തന്നെ പറയുന്ന സമയത്ത് ഒരു കാര്യം അവിടെ മിസ്സിംഗ് ആണ്. അത് ശ്രദ്ധിച്ചോ? ലോകത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ വിനാശം ഉണ്ടാക്കുന്നതാണ്. ആ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളെ കുറിച്ച്, അവർ നടത്തുന്ന പ്രവൃത്തികളെ കുറിച്ച് ഒരു അക്ഷരം ഇതിലില്ല. നീ കളിയൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? അതെന്താ? ഭൂമി വാഴുന്നിടത്ത്, വേടൻ വാഴുന്നിടത്ത്, നമ്മൾ വാഴുന്നിടത്ത് ഇതൊന്നും തന്നെ ഇല്ലേ? ഇതിൽ തന്നെ തെറ്റായിട്ടുള്ള മതസങ്കല്പങ്ങൾ. ഇപ്പൊ ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ബിംബം ചമയ്ക്കുന്ന സമയത്ത് ഖുറാൻ എരിഞ്ഞതിന്റെ മണം പരന്നു എന്ന രീതിയിലേക്ക് നമ്മൾ പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇപ്പൊ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു, ആസിഫയുമായി ബന്ധപ്പെട്ട കത്വയിലെ ആ സംഭവത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ കത്വയിലെ ആ സംഭവത്തിനെ പറ്റി പറയുന്ന സമയത്ത് ആ കൊലപാതകത്തിന്, ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ബുദ്ധനെ എങ്ങനെയാണോ ഇകഴ്ത്തി കാണിക്കുന്നത് അതേ രീതിയിലേക്കുള്ള ഒരു ബിംബം ചമയ്ക്കലാണ്. എന്ന് വെച്ചാൽ ഈ കൃതി ഒരു തരത്തിലുമുള്ള പ്രതിഷേധമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അണ്ടർടോൺ വെച്ചുകൊണ്ട് ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആകാം, തർക്കമില്ല. അദ്ദേഹത്തിന് അത് മ്യൂസിക് കൺസേർട്ടുകളിൽ വായിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അക്കാഡമിക്കലി സ്യൂട്ടബിൾ ആണോ, പെഡഗോജിക്കൽ പർപ്പസിന് ഇതിനെ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ്. അത് പറ്റില്ല. കവിത എഴുതരുത്, കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേടന് നിരവധി വേദികൾ കൊടുക്കാം. അതിപ്പോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. പിന്നെ ഇതിൽ എന്ത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് മെസ്സേജസ് ആണ്, അല്ലെങ്കിൽ വ്യക്തത കുറവാണ് ഇതിലുള്ളത് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഇവിടെ എന്തായാലും ആ വരികൾ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിലൊരു വ്യക്തത കുറവ് അതിന്റെ തുടക്കത്തിലെ വരികളാണ്. സിറിയയുടെ മാറിലെ മുറിവിൽ ചോര ഒലിപ്പിച്ചതിൽ ഈച്ചയിരിപ്പു എന്നാണ് പറയുന്നത്. ഈ ഡയലോഗ് സീതയുടെ മാറു പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഞാൻ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സിറിയയിലെ സിവിൽ വാറിനാണ് കോൺടാക്ട് എന്ന് നമുക്കറിയാം. അറബ് സ്പ്രിംഗിന് ശേഷം 2011 ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവം. അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ശ്രദ്ധയാ. ആ ചോര ഒലിപ്പിച്ചതിൽ ഈച്ചയിരിപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ഫേവർ ചെയ്യുന്നു? അവിടെയുള്ള ജനതയാണോ ഫേവർ ചെയ്യുന്നത്? ഭരണകൂടത്തെ ചോദ്യം ചെയ്യുകയാണോ? അതോ അവിടെയുള്ള എക്സ്റ്റേണൽ ആക്ടേഴ്സിനെയാണോ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെയാണോ? ഇത് പറയുന്നില്ല. അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ബ്രോഡായിട്ട് എന്ത് പറയാം?
ജനപക്ഷം എന്ന് പറയാം. പക്ഷേ ജനപക്ഷം പറയാനാണെങ്കിൽ ഓരോ സ്ഥലത്തെയും പൊളിറ്റിക്സ് നമുക്ക് പറയേണ്ടത് കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനപക്ഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഇസ്ലാമിസ്റ്റ് ഭീകരതയും പറയേണ്ടതായിരുന്നു. ഒന്ന്, എന്റെ ഓഡിയൻസ് സഹിക്കില്ല. കോൺഫ്ലിക്റ്റിംഗ് മെസ്സേജസ് വളരെ കൃത്യമായിട്ട് പറയാം. കൊറിയയുടെ മീതെ കഴുകന്മാർ പറപ്പൂ കാവലിരിപ്പൂ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു കൂടുതൽ ആളുകളും കൂവായിരുന്നു. കഴുകന്മാർ പറക്കുന്നത് എപ്പോഴാണ് ശ്രീ രാഹുൽ? ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കഴുകന്മാർ പറക്കുന്നത്. കാവലിരിപ്പൂ എന്ന് പറഞ്ഞാൽ എന്താ? കഴുകന്മാർ പ്രൊട്ടക്ട് ചെയ്യാനിരിക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പറയടോ. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. എനിക്കതറിയില്ല. ഏത് തരത്തിലുള്ള മെസ്സേജ് അത് കൊടുക്കുന്നത്? കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഒരു കഴുകൻ ഒരേ സമയം ഹണ്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. രണ്ടും കൂടി പറയരുത്. വിവരക്കേടുകൊണ്ടാ. പൂർണ്ണമായും അധാർമികമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. രാജ്യത്തിന്റെ സോവറിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യമുണ്ട്. മെക്സിക്കോയിലുള്ള ആൾക്കാരുടെ കനവുകളെ മതിലാലെ ആര് തടുപ്പൂ എന്നാ ചോദിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? എന്തിനാണ് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ മതിൽ വന്നിരിക്കുന്നത്? എന്തിനാണ്? അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ. എന്തിൽ നിന്ന്? രണ്ട് കാര്യങ്ങളിൽ നിന്ന്. ഒന്ന്, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അനധികൃത കുടിയേറ്റം തടയുക. രണ്ട്, ഡ്രഗ് ട്രാഫിക്കിംഗ് തടയുക. അപ്പൊ അതാ കാര്യം. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാര്യം അനധികൃതമായിട്ട് ആൾക്കാരും ഈ ഡ്രഗ് പെഡ്ലേഴ്സും അങ്ങോട്ട് കയറുന്നതിനെ തടുക്കുമ്പോൾ അത് ആൾക്കാരുടെ കനവുകൾ 1000 ഒരു മതിലാലെ തടുപ്പൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയാ ഫേവർ ചെയ്യുന്നത്? അനധികൃത കുടിയേറ്റത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണോ? അവരുടെ കനവുകൾ ഇതാ ഈ മതിൽ നശിപ്പിക്കുന്നു. ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ് ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ കവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഷയമായി വരും. അതൊരു പ്രശ്നമാണ്. നേരത്തെ ഞാനത് പ്രൈമറി സംഭവം അല്ല എന്ന് പറഞ്ഞെങ്കിലും വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇലങ്കയിൽ പുലികൾ ദാഹം മാറാതെ ഓടി നടക്കും. കുറെ കാലം ഈ തൊഴിൽ ഉദാഹരണം കൊണ്ട് നടക്കണേ. ഏത് ദാഹമാണെന്ന് പറയൂ? എന്ത് ദാഹമാണ്? സിവിൽ വാറുമായി ബന്ധപ്പെട്ട ദാഹമാണോ? തമിഴ് സെന്റിമെന്റ്സുമായി ബന്ധപ്പെട്ട ദാഹമാണോ? അതോ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെ കൊന്നതിന് ശേഷമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദാഹമാണോ? ആ ദാഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അവസാനിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഏതായാലും അവൻ ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ട ഈ കളിയൊക്കെ കളിക്കുന്നത്. അത് ഉറപ്പാണ്, ഉറപ്പ്. ഞാൻ പറഞ്ഞത് ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇതിൽ ആശയ വ്യക്തതയില്ല. ഇത് അധാർമികമായിട്ടുള്ള കുറേയധികം എലമെന്റ്സ്. ഡിബേറ്റ് ചെയ്യട്ടെ എന്നാണ് രാഹുൽ പറയുന്നത്. ഇത് ഡിബേറ്റ് ചെയ്യട്ടെ ക്ലാസ് മുറികളിൽ എന്നാണ് രാഹുൽ പറയുന്നത്. ഒന്ന് പോടോ ഉപദേശി. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പാവം കളിച്ച് നടക്കുന്നു.